ഡൽഹിയിലെ ഒരു വലിയ മാളിൻ്റെ പിന്നിൽ കൂപ്പക്കൂട്ടത്തിനരികിൽ ഒരു ചെറിയൊരു കുട്ടി. അവൻ കൈകൊണ്ട് മാലിന്യക്കൂപ്പയിൽ തിരയുകയായിരുന്നു. അവൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു റൊട്ടി. ആരോ കടിച്ചിട്ട് റൊട്ടി, അതുപോലെ തന്നെ ചവിട്ടിക്കളഞ്ഞ ഒരു ബർഗർ. രാജു പതുക്കെ പറഞ്ഞു, ഇന്നെനിക്കിതെങ്കിലും കിട്ടിയല്ലോ, ഇത് പൂജയ്ക്ക് കൊടുക്കാം. അവൻ്റെ കണ്ണുകളിൽ വിശപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിലും കൂടുതലായി അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് നിരാശയായിരുന്നു. ആ വലിയ മാളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആരോഹിയും കൂട്ടുകാരികളും അവനെ കണ്ടു. ഒരു കൂട്ടുകാരി അവനെ കണ്ടു ചിരിച്ചു. ഇവനെ നോക്കൂ, കൂപ്പയിൽ നിന്നാണ് അവൻ ഭക്ഷണം എടുക്കുന്നത്. മറ്റൊരാൾ അവരുടെ കയ്യിലുള്ള ഭക്ഷണം നിലത്തേക്കെറിഞ്ഞു. എടാ, ഇത് പിടി, അവർ പൊട്ടിച്ചിരിച്ചു. രാജു നിലത്ത് വീണ ഭക്ഷണം എടുത്ത് പൊടി തട്ടി വൃത്തിയാക്കി. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ചെറിയൊരു സഞ്ചിയിലേക്ക് അതിട്ടു. അവൻ്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. ഇതൊന്നും കണ്ട് ആരോഹി ചിരിച്ചില്ല. അവൾ ഉറക്കെ പറഞ്ഞു, നിർത്തൂ. എല്ലാവരും മിണ്ടാതിരുന്നു. ആരോഹി രാജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവനെ തൊട്ട് അവൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? രാജു ആരോഹിയെ നോക്കി. അവനോട് ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നത്. അവൻ മെല്ലെ പറഞ്ഞു, രാജു. ആരോഹി മൃദുവായി രാജുവിൻ്റെ കയ്യിലുള്ള സഞ്ചിയിലേക്ക് നോക്കി. എന്നിട്ട് രാജുവിനോട് പറഞ്ഞു, ഇത് കഴിക്കണ്ട, ഞാൻ നല്ല ഭക്ഷണം നിനക്ക് കൊണ്ടുവരാം. കേട്ട രാജു ആരോഹിയുടെ കണ്ണുകളിൽ തന്നെ നോക്കി. ആരോഹി രാജുവിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് രാജുവിനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ആ സഞ്ചിയിലുള്ള ഭക്ഷണം നമുക്ക് കൂപ്പയിലിടാം. രാജു അതിന് സമ്മതിച്ചു. പിന്നെ രാജുവിൻ്റെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്ന് ആ ഭക്ഷണം എടുത്ത് കൂപ്പയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം. ആരോഹി വേഗം മാളിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ചൂട് റൊട്ടിയും കറികളും പാലും വാങ്ങി. അവൾ രാജുവിന് മുന്നിൽ അത് വെച്ചു. രാജുവിൻ്റെ കണ്ണുകൾ വലുതായി. ഇതെല്ലാം എനിക്കാണോ? രാജു ആരോഹിയോട് ചോദിച്ചു. ആരോഹി ചിരിച്ചുകൊണ്ട് തല കുനിച്ചു. അതെ, നീ ഒറ്റയ്ക്കാണോ? രാജു പറഞ്ഞു, അല്ല, അമ്മയും ഒരു ചെറിയ സഹോദരിയുമുണ്ട്. ആരോഹി രാജു ആ റൊട്ടിയും കറികളും കഴിക്കുന്നത് നോക്കി നിന്നു. ശേഷം ആരോഹി രാജുവിനോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ കൂടെ വരുമോ കുറച്ചു നേരത്തേക്ക്? രാജു സമ്മതിച്ചു. ആരോഹി രാജുവിനെ തൻ്റെ കാറിൽ കയറ്റി. കാറിൽ കയറിയ രാജു കാർ മുഴുവൻ ഓടിച്ചു നോക്കി. അവൻ ആദ്യമായാണ് ഒരു കാറിനുള്ളിൽ കയറുന്നത്. കാർ പുറപ്പെട്ടപ്പോൾ രാജു കാറിലൂടെ നഗരത്തെ നോക്കി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ഗേറ്റ് തുറന്നു. ഭംഗിയേറിയ ബംഗ്ലാവ്. രാജു മന്ദമായി ചോദിച്ചു, ചേച്ചി, ഇത് കൊട്ടാരമാണോ? ആരോഹി ചിരിച്ചു. ഇത് എൻ്റെ വീടാണ്. ഇത് കേട്ട അത്ഭുതത്തോടെ അവൻ ആരോഹിയുടെ വീട് നോക്കി നിന്നു. ആരോഹി രാജുവിനെയും കൂട്ടി അവളുടെ വീട്ടിനുള്ളിലേക്ക് കയറി. അവിടെ ഡൈനിങ് ഹാളിൽ മേശയിൽ അവനെ ഇരുത്തി. വലിയൊരു ഡൈനിങ് മേശ, പലതരം ഭക്ഷണം. ആരോഹി രാജുവിൻ്റെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മുന്നിലുള്ള എല്ലാതും നിനക്കുള്ളതാണ്. നിനക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. രാജു പെട്ടെന്ന് തന്നെ മേശയിലുള്ള ഓരോന്നും വലിച്ചു കഴിക്കാൻ തുടങ്ങി. ആരോഹി മെല്ലെ അവൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, മെല്ലെ, ആരും എടുത്തു കൊണ്ടുപോകില്ല. രാജു പെട്ടെന്ന് കഴിക്കുന്നത് നിർത്തി. അവൻ്റെ കണ്ണിൽ ഒരു കണ്ണുനീർ തുള്ളി ഉണ്ടായിരുന്നു. അവൻ വിചാരിച്ചു, പൂജയ്ക്കിപ്പോൾ വിശപ്പുണ്ടാകും. രാജുവിൻ്റെ കണ്ണിലെ കണ്ണുനീർ തുള്ളി കണ്ട് ആരോഹി ചോദിച്ചു, മോനെ, എന്താ? രാജു പറഞ്ഞു, എൻ്റെ പൂജ, അവൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കുകയായിരിക്കും. അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം ബ്രെഡ് ചവറ്റുകൂനയിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. പക്ഷേ കേട്ട ആരോഹി പറഞ്ഞു, സാരമില്ല മോനെ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. ആദ്യം നീ ഇവിടെയുള്ള ഭക്ഷണം കഴിക്ക്. രാജു മെല്ലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണശേഷം അവർ നേരെ പോയത് രാജുവിൻ്റെ വീട്ടിലേക്കാണ്. ഡൽഹിയിലെ തിങ്ങിപ്പാർക്കുന്ന ഒരിടം. ചുരുങ്ങിയ വഴികൾ, ചെറിയ ചെറിയ കുടിൽ. അതിലെ ഒരു കുടിൽ ചൂണ്ടിക്കാട്ടി രാജു പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. ആ വീടിന് വാതിലില്ലായിരുന്നു. ഒരു തുണി കൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. രാജു അതിനുള്ളിലേക്ക് കയറി. അവിടെ നിലത്ത് രോഗബാധിതയായി രാജുവിൻ്റെ അമ്മ സാവിത്രി ഉണ്ടായിരുന്നു. അമ്മക്കൊപ്പം തന്നെ രാജുവിൻ്റെ സഹോദരി പൂജ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രാജു ഓടി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, നോക്കൂ, ഇതാ ഭക്ഷണം. സാവിത്രി നേരെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി. ആരോഹിയോട് അവർ പറഞ്ഞു, മോളെ, ക്ഷമിക്കണം. രാജു നിങ്ങളെ ശല്യപ്പെടുത്തിയോ? ആരോഹി സാവിത്രിയുടെ കൈ പിടിച്ചു. എന്തിനാണ് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. രാജു എന്നോട് ഭക്ഷണവും ചോദിച്ചിട്ടില്ല. രാജു എൻ്റെ മുന്നിലെത്തിയത് ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടേക്ക് വന്നത്. സാവിത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു ഫാക്ടറിയിലെ അപകടത്തിൽ മരിച്ചു. പക്ഷേ ഒരു നഷ്ടപരിഹാരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാലം കഴിഞ്ഞതോടെ ഞാനൊരു രോഗിയായി. എനിക്ക് 2 മക്കളാണ്, രാജുവും പൂജയും.
രാജു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവൻ സ്കൂളിൽ പോയാൽ പിന്നെ ഈ വീട് നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പഠനം നിർത്തി. കേട്ട രാജു പറഞ്ഞു, ഞാൻ വലിയവനായാൽ ഈ സിറ്റിയിലെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറാകും ഞാൻ. ഇത് കേട്ട ആരോഹിയുടെ കണ്ണ് നിറഞ്ഞു. രാജുവിൻ്റെ അമ്മയോട് കുറച്ച് സംസാരിച്ച ശേഷം ആരോഹി അവിടെ നിന്നിറങ്ങി. അവൾ വീട്ടിലേക്ക് നടന്നു. അവളുടെ റൂമിലെത്തിയപ്പോൾ അവൾ നേരെ അവളുടെ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. എന്നിട്ട് ആലോചിച്ചു, എൻ്റെ അച്ഛൻ ബിസിനസ്സിൽ കോടിക്കണക്കിന് രൂപ കൈവരിക്കുമ്പോൾ ഇവിടെ ഒരു കുട്ടി കുപ്പയിൽ നിന്ന് ഭക്ഷണം തേടുന്നു. ഇന്ന് വരേക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഈ ഒരു ഡൽഹി നഗരത്തിൽ ഇങ്ങനെയും കുട്ടികളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ മനസ്സിൽ തീരുമാനിച്ചു, ഈ ദിവസത്തെ കാര്യം ഇന്നത്തേക്ക് മാത്രമല്ല, ഇത് രാജുവിൻ്റെ കുടുംബത്തെ മാറ്റുന്ന തീരുമാനം ഞാൻ എടുക്കണം. ഡൽഹിയിലെ ആരോഹിയുടെ വലിയ ബംഗ്ലാവിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലെയാണ് രാജുവിൻ്റെ വീട്. പക്ഷെ അവരുടെ ജീവിതങ്ങൾ തമ്മിൽ ആകാശഭൂമി വ്യത്യാസമുണ്ടായിരുന്നു. രാജുവിൻ്റെ വീട് ടിൻഷീറ്റുകൾ കൊണ്ട് മൂടിയ ഒരു ചെറിയ മുറികളായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളം ചോരുന്ന മേൽക്കുര, മരുന്നിൻ്റെ ഗന്ധം നിറക്കുന്ന വായു. അവിടെ ഒരു പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആരവിൻ്റെ അമ്മ സാവിത്രി. അവൾ ചുമച്ചു. അവർ വീണ്ടും വീണ്ടും ചുമച്ചു. ഈ സമയത്താണ് ആരോഹി ആ വീട്ടിലേക്ക് കയറി വന്നത്. കയറി വന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സാവിത്രി ആരോഹിയോട് ചോദിച്ചു, ആരോഹി, നീ വന്നോ? ആരോഹിയെ കണ്ടതോടെ രാജുവും പൂജയും അവളെ കെട്ടിപ്പിടിച്ചു. ആരോഹി സാവിത്രിയോട് ചോദിച്ചു, ആൻറ്റി, നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കേണ്ടേ? സാവിത്രി പറഞ്ഞു, മോളെ, മരുന്ന് വാങ്ങാൻ പോലും പണമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഡോക്ടറെ കാണിച്ചിരുന്നത്. ആരോഹി ഒന്നും മിണ്ടാതെ പൂജയുടെ അടുത്തേക്ക് പോയി. പൂജ ചെറിയൊരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുകയായിരുന്നു. അവളുടെ അടുത്ത് ഒരു പഴകിയ ബ്രെഡും ഉണ്ടായിരുന്നു. ആരോഹി മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇന്ന് സുഹൃത്തുക്കളോടൊപ്പം വേണ്ടാതെ ഒഴിവാക്കിയ ഭക്ഷണം ഇവർക്കൊരു മാസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. അവൾക്ക് സഹിക്കാനാവില്ല. അവൾ പുറത്തേക്ക് പോയി. അവൾക്ക് കണ്ണുനീർ അടക്കാനായില്ല. അവൾ അവളുടെ ഫോൺ എടുത്തു. എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ചു. പപ്പ, എനിക്ക് നിങ്ങളോടൊരു സീരിയസ് കാര്യം സംസാരിക്കണം. അവളുടെ അച്ഛൻ രാജീവ് ശർമ്മ മകളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുള്ള ആളായിരുന്നു. അവർ ചോദിച്ചു, എന്താ മോളെ, എല്ലാം ശരിയാണോ? ആരോഹി രാജുവിൻ്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞു. പപ്പ, ഒരു അമ്മയും 2 കുട്ടികളും. അവർക്ക് വീടില്ല, ഭക്ഷണമില്ല, മരുന്നില്ല. രാജീവ് ചോദിച്ചു, നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആരോഹി പറഞ്ഞു, അവരെ സഹായിക്കണം. അവരുടെ ജീവിതം മുഴുവൻ എന്നെക്കൊണ്ട് മാറണം. അതാണ് എനിക്ക് വേണ്ടത്. രാജീവ് 1 മിനിറ്റ് നിശബ്ദമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ചെയ്തോളൂ. നീ എൻ്റെ മോളാണ്. നീ ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനുണ്ട് നിൻ്റെ പിറകിൽ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പിറ്റേ ദിവസം ആരോഹി സാവിത്രിയെയും കൊണ്ട് ഒരു നല്ലൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. റിപ്പോർട്ട് കിട്ടിയ ശേഷം ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് തീവ്രമായ ക്ഷയമാണ്. നല്ലൊരു ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടാം. ആരോഹി പറഞ്ഞു, ഡോക്ടർ, ഇവരുടെ രോഗം മാറിയാൽ മതി. ഇവരുടെ ചികിത്സയ്ക്ക് എത്ര പണമാണ് വേണ്ടത് അത് ഞാൻ തരാം. നിങ്ങളിവരെ നോക്കണം. ഇത് കേട്ട സാവിത്രിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മാസം കഴിഞ്ഞപ്പോൾ ആരോഹി തൻ്റെ പരിശ്രമത്തോടെ രാജുവിനും അമ്മക്കും ഒരു മുറി വീടെടുത്തു കൊടുത്തു. മീര സ്കൂളിൽ ചേർന്നു. രാജു രാവിലെ ആയാൽ സ്കൂളിൽ പോകുകയും വൈകുന്നേരമായാൽ ചെറിയ ജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു. രാജുവിന് പറ്റുന്ന ജോലി ആരോഹി തന്നെയാണ് അവനെ ഏൽപ്പിച്ചത്. ആരോഹിയുടെ സുഹൃത്തുക്കൾ ഇതറിയുന്നുണ്ടായിരുന്നു. അവർ അവളോട് ചോദിച്ചു, നീ ആ ഭിക്ഷക്കാരനെ ദത്തെടുത്തോ? ആരോഹി പറഞ്ഞു, അവൻ ഭിക്ഷക്കാരനല്ല, എൻ്റെ സഹോദരനാണ്. ഇത് കേട്ട അവർ നിശബ്ദരായി. ഇതിനിടയിൽ ആരോഹി സാവിത്രിക്ക് ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ചികിത്സ തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ സാവിത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ടായിരുന്നു. ആരോഹിയുടെ സഹായത്തോടെ രാജുവും കുടുംബവും നല്ല രീതിയിൽ ജീവിച്ചു. രാജു തൻ്റെ സ്കൂളിലെ ഏറ്റവും മികച്ച കുട്ടികളിൽ ഒരുവനായി. ഒരു ദിവസം ആരോഹി അവനോട് ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? രാജു പറഞ്ഞു, ഞാൻ IAS പരീക്ഷ എഴുതും. എന്നിട്ട് ഞാനൊരു IAS ഉദ്യോഗസ്ഥനാവും. ഇത് കേട്ട് ആരോഹി ചിരിച്ചു. ആരോഹി രാജുവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, നീ ഒരു IAS ഉദ്യോഗസ്ഥനാകണം. എന്നിട്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കണം. കേട്ട് രാജു തല കുലുക്കി. വർഷങ്ങൾ കഴിഞ്ഞു. ഡൽഹിയിലെ ഒരു വലിയ ചടങ്ങ് IAS ഓഫീസർമാരുടെ അവാർഡ് സെറമണി ആയിരുന്നു. അവിടെ ഒരു പേര് വിളിച്ചു.
മിസ്റ്റർ രാജു. സ്റ്റേജിലേക്ക് ഒരു ആത്മവിശ്വാസമുള്ള യുവാവ് കടന്നു വന്നു. അവൻ അവനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് രാജു. എൻ്റെ ജീവിതം മാറ്റിയത് ഒരു പ്ലേറ്റ് ഭക്ഷണമാണ്, ഒരു മനുഷ്യൻ്റെ കരുണയാണ്. അവൻ ആരോഹിയെ നോക്കി പറഞ്ഞു, ദീദി, നിങ്ങളന്ന് എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടം വരെ എത്തില്ലായിരുന്നു. ഡൽഹിയിലെ ഏതെങ്കിലും തെരുവിൽ കുപ്പ പെറുക്കുന്നവനായി തന്നെ ഞാൻ ഇന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അനന്യയുടെ കാലിൽ തൊട്ടു. അവൻ കരഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദൈവം ഇറക്കി തന്ന മാലാഖയാണ്. നിങ്ങൾ എന്നെ വീട്ടിലേക്ക് അന്ന് കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രാജു ഇട്ടാവില്ലായിരുന്നു. ആരോഹി അവൻ്റെ തലയിൽ കൈവച്ചു. അവൾ പറഞ്ഞു, ഇനി മുതൽ നീ മറ്റൊരു രാജുവിനെ കണ്ടെത്തണം, അവൻ്റെ ജീവിതം മാറ്റണം. രാജു തല കുനിച്ചു. അവിടെ വെച്ച് അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനിയും ഒരുപാട് രാജുമാർ ഇവിടെയുണ്ടാകും. അവരെ രക്ഷിക്കാൻ ഒരുപാട് ആരോഹിമാർ ഇനി ഈ ലോകത്തുണ്ടാവണം. അതിനുവേണ്ടി അവൻ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ഒരു കുട്ടിക്കും വിശപ്പില്ല എന്ന പദ്ധതി. ആ പദ്ധതിയിൽ അവൻ ഒരു കുട്ടിക്ക് ആദ്യത്തെ ഭക്ഷണം നൽകി. ആ കുട്ടി അവനോട് ചോദിച്ചു, സാറേ, ഞാൻ വലുതാകുമ്പോൾ നിങ്ങളെപ്പോലെയാകുമോ? അപ്പോൾ രാജു അവൻ്റെ തലയിൽ പിടിച്ചു പറഞ്ഞു, നീ എന്നേക്കാൾ വലുതാകും. ഇതെല്ലാം കണ്ട് ആരോഹി അവിടെ ഉണ്ടായിരുന്നു. ആരോഹി പുഞ്ചിരിച്ചു. അവൾ കൊടുത്ത ഒരു നേരത്തെ ഭക്ഷണം ഒരു കുഞ്ഞിൻ്റെ ജീവിതം തന്നെ മാറ്റിയല്ലോ എന്നാലോചിച്ച് അവളുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണീരുണ്ടായിരുന്നു.